അപ്പോൾ ഒരു യുക്തിവാദിയുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം നമ്മൾ ചോദിക്കേണ്ട കാര്യം, നിങ്ങളൊരു എത്തിസ്റ്റ് ആണോ അല്ല ആഗ്നോസ്റ്റിക് ആണോ, എന്താണ് നിങ്ങളുടെ ആശയം എന്നുള്ളതാണ്. അപ്പോൾ എത്തിസ്റ്റ് ആണ് എങ്കിൽ ഒരു എത്തിസ്റ്റിനെ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. എത്തിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അവര് ന്യൂട്രൽ അല്ല, മറിച്ച് പ്രപഞ്ചത്തിന്റെ പിന്നിലൊരു സ്രഷ്ടാവ് ഇല്ല എന്ന് തീർപ്പ് കൽപ്പിച്ച് വിശ്വസിക്കുന്നവരാണ് അവർ. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തുകൊണ്ട് ദൈവം ഇല്ല എന്ന് തീർത്ത് പറയുന്നു? എന്തുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നു? നിങ്ങൾ ദൈവം ഉണ്ടായിക്കൂടെ? ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലോ, എന്തുകൊണ്ട് ഇല്ല എന്ന് പറയുന്നു? അതിനെന്താണ് നിങ്ങൾക്ക് തെളിവുള്ളത് എന്നാണ് നമ്മൾ ആദ്യം എത്തിസത്തിന്റെ തെളിവാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പൊ അവർ സ്വാഭാവികമായിട്ട് പറയും, നിങ്ങളാണല്ലോ ദൈവം ഉണ്ട് എന്ന് പറയുന്നത്. ഉണ്ട് എന്ന് പറയുന്നതിന്റെ തെളിവുകൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് ദൈവം ഉണ്ട് എന്ന് പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഉണ്ട്, ഓക്കെ, ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്നു, അതിൻ്റെ തെളിവ് സമർത്ഥിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, അത് നമ്മൾ സമർത്ഥിക്കുകയും ചെയ്യും. അതിൻ്റെ മുമ്പ് എന്തുകൊണ്ട് ഇല്ല എന്ന് നിങ്ങൾ പറയുന്നു? അതിന് വല്ല തെളിവ് ഉണ്ടോ? അപ്പൊ അവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അവർ പറയും, ഞങ്ങൾ ദൈവം ഇല്ല എന്നല്ലേ പറയുന്നത്, ഇല്ല എന്ന് പറയാൻ എന്തിനാ തെളിവ്? അവിടെയാണ് ഒരു രസം കിടക്കുന്നത്. ഇല്ല എന്ന് പറയാൻ എന്തിനാണ് തെളിവ്? ഉണ്ട് എന്ന് നിങ്ങളല്ലേ പറയുന്നത്, അതുകൊണ്ട് മതവിശ്വാസികളാണ് തെളിവ് പറയേണ്ടത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഉണ്ട് എന്നതിന് തെളിവ് പറയും, റെഡി. പക്ഷെ ഇല്ല എന്നതിന് തെളിവ് വേണ്ട എന്ന് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ അടുത്ത് ഒന്നിനും തെളിവില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. ദൈവം ഉണ്ട് എന്നതിന്റെ തെളിവില്ല, ഇല്ല എന്നതിന്റെ തെളിവില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് രണ്ടും വിശ്വസിക്കാൻ പാടില്ലല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് ഇല്ല എന്ന് പറയുന്നു? ഈ ഒരു ഭാഗം നമ്മൾ ആദ്യം ക്ലിയർ ചെയ്തു പോകണം. ഒരു സംഗതി ഇല്ല എന്ന് പറയാൻ അതിന് കൃത്യമായ തെളിവ് അവതരിപ്പിക്കേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണ ഒരു മനുഷ്യൻ, അയാൾ മുസ്ലിങ്ങളോടും മറ്റു മതവിശ്വാസികളോടൊക്കെ മതവിശ്വാസത്തിന് നിങ്ങൾക്ക് വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചു. അയാൾക്ക് പ്രത്യേകിച്ച് മറുപടിയൊന്നും കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ അയാൾ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കല്ലേ വേണ്ടത്? അങ്ങനെ ചെയ്യുന്നതല്ലേ ശരി? അവർ രണ്ടും വിശ്വസിക്കരുത്. ഉണ്ടെന്നും വിശ്വസിക്കാൻ പാടില്ല, ഇല്ല എന്നും വിശ്വസിക്കാൻ പാടില്ല. രണ്ടിനും തെളിവ് കിട്ടിയിട്ടില്ലല്ലോ അവർക്ക്. ഉണ്ട് എന്നുള്ള തെളിവ് കിട്ടിയിട്ടില്ലെങ്കിൽ നേരെ ഇല്ല. ഈ രണ്ട് വിശ്വാസം മാത്രമേ ഉള്ളൂ. ഇതിനിടയിൽ വിശ്വാസമല്ലേ, അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയല്ലേ? അപ്പൊ നമ്മള് പല കാര്യങ്ങളും ഇല്ല എന്ന് വിശ്വസിക്കുന്നത് അതിനുള്ള തെളിവ് കിട്ടാത്തത് കൊണ്ടല്ലേ? അല്ല, നമുക്കറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് വിശ്വസിക്കും, അല്ലാതെ ഇല്ല എന്ന് വിശ്വസിക്കുന്നില്ലല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന്, പിന്നെ നമ്മൾ ഇപ്പോൾ കണ്ടെത്താത്ത ഒരു ഗ്രഹം അല്ലെങ്കിൽ ഒരു ഗാലക്സി, അനന്തരം ഗാലക്സികളും ഗ്രഹങ്ങളൊക്കെ പലതും ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി പഠനങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സയൻസ് ഒന്നും ഇങ്ങനെ വാദിക്കുന്നില്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അറിയാത്തതൊക്കെ ഇല്ല എന്നാണോ സയൻസ് പറയുന്നത്? അതിനാണ് പിന്നെ ശാസ്ത്രത്തിന്റെ പഠനം പുരോഗമിക്കുകയില്ലല്ലോ. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് ശാസ്ത്രം സമ്മതിക്കുന്നത് കൊണ്ടാണ് ഉണ്ടോ ഇല്ലേ, ആണോ അല്ലേ എന്ന ചർച്ചയും പഠനവും നടത്തുന്നത്. അതേ സമയത്ത് അറിയാത്ത കാര്യങ്ങളൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ ശാസ്ത്രജ്ഞന്മാരൊക്കെ അവിടെ മൂടിക്കെട്ടി പുതപ്പിൻ്റെ ഉള്ളിൽ പുതച്ച് കടന്നു തുടങ്ങിയാൽ പോലെ. എന്തിനാ പിന്നെ പഠനം നടത്തേണ്ട ആവശ്യം? അപ്പൊ അറിയാത്ത ഗ്രഹങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സയന്റിസ്റ്റുകൾ പറയും ഇനിയും ഉണ്ടാകാം, സാധ്യതയുണ്ട്, അറിയില്ല. ഭൂമിയുടെ അതേ വലുപ്പത്തിലുള്ള ഒരു ഗ്രഹമുണ്ടോ, നമ്മൾ കണ്ടെത്തിയതുണ്ടോ എന്നാണെങ്കിലും ഉണ്ടെന്നോ ഇല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. കണ്ടെത്താത്തൊരു സംഗതി, എന്തെങ്കിലും ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കണ്ടെത്താത്ത കാര്യമാണെങ്കിൽ അറിയില്ല എന്നാണ് പറയാ. കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഭൂമിക്ക് പുറത്ത് ജീവനുണ്ടോ? സയൻസ് എന്താ പറയാ? ഒരു ഉദാഹരണം പറയാം. ഭൂമിക്ക് പുറത്ത് എവിടെയെങ്കിലും ജീവന്റെ അംശങ്ങൾ ഉണ്ടോ? അറിയില്ല എന്നാണ് സയൻസ് പറയാ. ഇതുവരെ നമുക്ക് കണ്ടെത്തിയിട്ടില്ല, അതിനുള്ള തെളിവുകൾ ലഭ്യമായിട്ടില്ല, അതുകൊണ്ട് ഉണ്ടോ ഇല്ലേ എന്ന് പറയാൻ അറിയില്ല, കഴിയില്ല. പഠനം പുരോഗമിക്കുകയാണ്. അതേസമയത്ത് തെളിവില്ല. ഈ നാസ്തികരുടെ എത്തിസത്തിന്റെ ഐഡിയോളജി വെച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത്? ജീവൻ കണ്ടെത്തിയിട്ടില്ല, അതുകൊണ്ട് ജീവൻ ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. അപ്പൊ അവരോട് ആദ്യം നമുക്ക് പറയാനുള്ളത്,
ദൈവം ഇല്ല എന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ അതിനുള്ള തെളിവ് നിങ്ങൾ കൊണ്ടുവരണം എന്ന് തന്നെയാണ്. ഇനി തെളിവില്ലേ? ഞങ്ങൾ തെളിവില്ലാതെ വിശ്വസിക്കുകയാണ്. അവർ യഥാർത്ഥത്തിൽ എപ്പോഴും വിശ്വാസികളെ മേലിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് അന്ധവിശ്വാസികൾ എന്നത്. വിശ്വാസികളൊക്കെ അന്ധവിശ്വാസികളാണെന്നാണ് യുക്തിവാദികൾ അല്ലെങ്കിൽ നാസ്തികർ പറയുന്നത്. എന്താ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ? തെളിവില്ലാത്ത കാര്യത്തിന് വിശ്വസിക്കുന്നതിനാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. ഒരു കാര്യത്തിന് തെളിവില്ലാതെ വിശ്വസിക്കുകയാണ്. അപ്പം മതവിശ്വാസികൾക്കൊന്നും തെളിവില്ല, അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഒക്കെ നമ്മുടെ തെളിവ് നമ്മൾ പറയാം എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അടുത്ത സെഷനുകളിൽ അതിലേക്ക് നമ്മൾ വരും. പക്ഷേ തെളിവില്ലാതെ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ആര്? എത്തിസ്റ്റുകൾ എന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വരും. അവർക്ക് ശാസ്ത്രീയമായ തെളിവല്ലേ പറ്റുള്ളൂ. ശാസ്ത്രീയമായ എവിഡൻസ് കൊണ്ട് ഒരു കാലഘട്ടത്തും ഇതുവരെ എന്ന് മാത്രമല്ല ഇനിയും ഒരിക്കലും ദൈവം ഇല്ല എന്ന് തെളിയിക്കാൻ കഴിയുകയും ഇല്ല. അപ്പോൾ ഒരു കാലത്തും എത്തിയിസ്റ്റുകൾക്ക്, നാസ്തികർക്ക് അവരുടെ തെളിവ് നിരത്താൻ സാധ്യമല്ല. അപ്പോൾ അവർ ഇപ്പം എന്തായി? തെളിവില്ലാതെ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരായി. തെളിവില്ലാത്ത കാര്യം വിശ്വസിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത്, നാസ്തികരെ, നിങ്ങൾ അന്ധവിശ്വാസികളാണ് എന്നാണ്. അല്ലെങ്കിൽ തെളിവ് കൊണ്ടുവരൂ. ആർക്കും കൊണ്ടുവരാം, തെളിവുകൾ കൊണ്ടുവരാം. സാധ്യമല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് അവരൊരു അടവെടുക്കുന്നത്, പുതിയ അടവ്. ഇത് അവരെ സംബന്ധിച്ചിടത്തോളം തീരെ സഹിക്കാൻ കഴിയാത്തൊരു പ്രയോഗമാണ്. നാസ്തികർ അന്ധവിശ്വാസികളാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇങ്ങനെ തെളിവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മോശമാണല്ലോ. ഇത്രയും കാലം തെളിവുകൾ നയിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ അടിത്തറ തെളിവില്ലായ്മയിലാണ് കിടക്കുന്നത് എന്ന് പറയുമ്പോൾ നാസ്തികരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ്. അപ്പം അവരൊരു മെനഞ്ഞുണ്ടാക്കിയൊരു തെളിവാണെന്ത്? തെളിവില്ല എന്ന് സമ്മതിക്കുന്നതിന് അവർ സന്നദ്ധരല്ല. അപ്പം അവരുണ്ടാക്കിയൊരു തെളിവാണെന്ത്? ദൈവമില്ല എന്നതിന് തെളിവുണ്ട്. ദൈവമില്ല എന്നതിന് തെളിവുണ്ട്. എന്താ തെളിവ്? പറഞ്ഞുതരാം. ദൈവമുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. വിശ്വാസികളായ നമ്മളോട് ചോദിക്കുക, ദൈവമുണ്ട് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പം ദൈവമുണ്ട് എന്നതിന് തെളിവില്ല. ഈ തെളിവില്ലായ്മയാണ് ദൈവം ഇല്ല എന്നതിൻ്റെ തെളിവ്. ബോള് നമ്മളെ പോസ്റ്റിലേക്ക് അടിക്കാൻ നിൽക്കുക. നമ്മൾ തെളിവ് പറയട്ടെ എന്ന് കരുതിയിട്ട് അവർ ചോദിക്കുകയാണെന്ത്? നമ്മൾ തെളിവ് പറയും, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും ഇൻഷാ അല്ലാഹ്. പക്ഷെ അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തെളിവുണ്ടെന്ന് പറയുന്നൊരു രീതിയാണത്. എന്താണ്? എങ്ങനെയാണ്? വിശ്വാസികൾക്ക് ദൈവമുണ്ട് എന്നതിന് തെളിവില്ല. ഈ തെളിവില്ലായ്മയാണ് ദൈവം ഇല്ല എന്നതിൻ്റെ തെളിവ്. ഇപ്പം ഇല്ല എന്നുള്ളതിന് തെളിവായി. വിശ്വാസികൾക്ക് തെളിവില്ല എന്നുള്ളത് തന്നെയാണ്. തെളിവുണ്ടെങ്കിൽ നിങ്ങൾ സമർത്ഥിക്കുക എന്ന് നമ്മളോട് ചോദ്യം ചോദിക്കാനുള്ള പോസ്റ്റിലേക്ക് അവർ മാറുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ അവർ വീണ്ടും ഒരു പെടുകയാണ് ചെയ്തത്. എന്താ അവരുടെ തെളിവ്? ആ തെളിവിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അവിടെ റിച്ചാർഡ് ഡോക്കിൻസിന്റെ ഗോഡ് ഡെലൂഷൻ എന്ന പുസ്തകത്തിൽ നിന്ന് എടുത്ത് പറയാറുണ്ട്. അതുപോലെ പലരും അവരുടെ തന്നെ പ്രഭാഷണങ്ങളിലൊക്കെ ഉദ്ധരിക്കുന്ന വേർഡാണ് ആബ്സെൻസ് ഓഫ് എവിഡൻസ്. തെളിവില്ലായ്മ എന്ന് പറയുന്നത് എവിഡൻസ് ഓഫ് ദ ആബ്സെൻസ്. ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് എവിഡൻസ് ഓഫ് ആബ്സെൻസ്. ഇല്ല എന്നതിനുള്ള തെളിവ് ഇല്ല. ദൈവമില്ല എന്നതിൻ്റെ തെളിവ് എന്താ? ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല, അതിന് തെളിവില്ല. അപ്പൊ ഉണ്ടെങ്കിൽ തെളിയിക്കണമായിരുന്നു, തെളിയിച്ചിട്ടില്ല, അതുകൊണ്ട് ദൈവമില്ല എന്നാണ് അവർ പറയുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ തുടർച്ച തന്നെയാണ്. അതിനൊന്ന് മിനുസപ്പെടുത്തി പറഞ്ഞു, മുഖം മിനുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഒരു കാര്യം ഉണ്ട് എന്ന് തെളിയിച്ചിട്ടില്ലെങ്കിൽ അതില്ല എന്നുള്ളതിന് തെളിവാണോ? നേരത്തെ ചോദ്യങ്ങളൊക്കെ വീണ്ടും തുടരുന്നുണ്ട് ഇവിടെ. അഥവാ ഇന്ന് ജീവനുണ്ട് എന്ന് തെളിയിച്ചിട്ടില്ല, ഭൂമിക്ക് പുറത്ത് ജീവനുണ്ട് എന്ന് സയൻസ് തെളിയിച്ചിട്ടില്ല, അതുകൊണ്ട് ജീവനില്ല എന്നതിൻ്റെ തെളിവാണോ? അത് തെളിവാണ് എങ്കിൽ ജീവനില്ല എന്ന് തെളിഞ്ഞു. ഇനി അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതും പഠിക്കേണ്ടതും കാര്യമല്ല. ഏലിയൻസ് ഉണ്ടോ? അത് ഉണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, തെളിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് ഇല്ല എന്നതിന് തെളിവാണെങ്കിൽ
തെളിയിക്കാൻ കഴിയാത്ത, ഇപ്പൊ നിലവിൽ തെളിയിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഇല്ല എന്ന് അടച്ചാക്ഷേപിക്കേണ്ടി വരും. ഇല്ല എന്ന് തെളിഞ്ഞു എന്നാ പോലും പറയുന്നത് അല്ലേ? ഇപ്പൊ എവറസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എവറസ്റ്റ് ഇല്ല എന്ന് തെളിഞ്ഞു എന്ന് അവര് പറയാ. എത്ര അബദ്ധമാണ്! ഈ ഒരാശയം നിലനിൽക്കുന്നിടത്തോളം കാലം അവർക്കൊന്നും പഠിക്കാനോ പുരോഗമിക്കാനോ അന്വേഷിക്കാനോ ഒന്നും സാധ്യമല്ല. കാരണം അറിയാത്തതൊക്കെ ഇല്ല എന്നാണ് അവർ കൽപ്പിക്കുന്നത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന മഹാമാരകമായ അബദ്ധമാണ്. അവരുടെ യുക്തിരാഹിത്യത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണമാണ്. ഇല്ല എന്നതിന് തെളിവ് ഒരിക്കലും ഉണ്ട് എന്ന് തെളിയിക്കാനായിട്ടില്ല എന്നുള്ളത് പറയാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെ പറയുമ്പോൾ ഒരാൾക്ക് എന്ത് മണ്ടത്തരവും പറയാൻ കഴിയല്ലോ. കാരണം ഒരാൾ പറയാണ് അപ്പുറത്തെ ഗ്രഹത്തിൽ ഒരു ഡിനോസർ ഉണ്ട് എന്ന്. അപ്പോൾ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ, നമ്മളത് ഇല്ല എന്ന് തെളിയിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ. ഈ ചോദ്യം യഥാർത്ഥത്തിൽ ഫിലോസഫിക്കലി ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഉള്ളത്. അഥവാ പിന്നെ റസലിൻ്റെ ചായക്കോപ്പ എന്ന് പറഞ്ഞുകൊണ്ടൊരു പിന്നെ ഫാലസി അല്ലെങ്കിൽ പിന്നെ ഒരു ന്യായവൈകല്യം അവതരിപ്പിക്കാറുണ്ട്. ഇങ്ങനെ ആർക്കും എന്തും പറഞ്ഞൂടെ, പിന്നെ ശനിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളുടെ അല്ലെങ്കിൽ അതിന് ചുറ്റും കറങ്ങുന്ന ഒരു ചായക്കോപ്പയുണ്ട് എന്നൊരാൾക്ക് പറഞ്ഞൂടെ? അപ്പൊ നമ്മൾ ഇല്ല എന്ന് പറയുമ്പോൾ ഇല്ല നിങ്ങൾ തെളിയിക്കി. അപ്പൊ നമുക്കിപ്പോൾ ചൊവ്വയിലും ശനിയിലും ഒക്കെ പോയിട്ട് തെളിയിച്ചു കൊടുക്കാൻ കഴിയൂലല്ലോ. അപ്പൊ ഇങ്ങനെ തോന്നിയൊക്കെ പറഞ്ഞു നടക്കാൻ ഇത് വഴിയൊരുക്കുകയില്ലേ? നല്ലൊരു ചോദ്യമാണ്. പിന്നെ നല്ല ചോദ്യങ്ങളെ നമ്മൾ നല്ല ചോദ്യമെന്ന് തന്നെ പറയണല്ലോ. ഇവിടെ നമ്മൾ ഇപ്പം എന്താ പറഞ്ഞത്? ചായക്കോപ്പ ഇല്ല എന്ന് നമുക്കെങ്ങനെ തീർത്തു പറയാൻ പറ്റുക? ചായ എങ്ങനെ ഉണ്ടാവാൻ അതിൻ്റെ സാധ്യത വേണമെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒരു സാധനം പറയുമ്പോൾ അതിൻ്റെ സാധ്യത, അതിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സാധ്യത ഉണ്ടാകും. ആ സാധ്യത കുറവും കൂടുതലൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. ഇപ്പോൾ ഭൂമിയിൽ പിന്നെ ആരും കാണാത്ത പിന്നെ ഒരു തരം ചെറിയ ഉറുമ്പ് പോലത്തെ ഒരു ജീവിയുണ്ട്. ഇതുവരെ ഒരു മനുഷ്യനും കണ്ടെത്താത്ത ഒരു വെറൈറ്റി ഉറുമ്പ്. വേണമെങ്കിൽ പിന്നെ 12 കാലുള്ള ഒരു ചെറിയ ഉറുമ്പുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കില്ല എന്ന് പറയാൻ പറ്റുമോ? സാധ്യതയുള്ളതാണ്. അപ്പൊ ഒരാൾ ഉറുമ്പുണ്ട്, അതിനെന്തൊക്കെയോ തെളിവുകൾ പോലെ അവർ നിരത്തുന്നുമുണ്ട്. നമുക്കൊരിക്കലും ഇല്ല എന്ന് തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഭൂമിയിൽ ഒരുപാട് സ്ഥലം നമ്മൾ ഇനിയും കാണാൻ ബാക്കിയുണ്ട്. ഒരുപാട് പുതിയ ജീവികളെയും പുതിയ സസ്യങ്ങളെയൊക്കെ അനുദിനം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും കാടുകൾക്കുള്ളിൽ ഇത്തരം ജീവികൾ ഉണ്ടാകാം. അപ്പൊ അത് സാധ്യത ഓൾറെഡി ഉള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ വേണമെങ്കിൽ ഒരു 50% മേലെ സാധ്യതയുള്ളൊരു സാധനമാണ്. അത്തരം ഒരു ഉറുമ്പുണ്ടോ എന്ന് പറയുകയാണെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതേ സമയത്ത് പിന്നെ ആനയുടെ വലുപ്പമുള്ള പിന്നെ 6 കാലുള്ള ഒരു പ്രത്യേക തരം ജീവിയുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഓൾറെഡി സാധ്യത കുറവാണ് അല്ലേ? ഇങ്ങനൊരു സാധനത്തിന് ഭൂമിയിൽ ആനയുടെ വലുപ്പമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണണ്ടേ? ഭൂമിയിൽ ഏകദേശം ഓൾമോസ്റ്റ് നമ്മൾ പിന്നെ മുകളിലൂടെ ക്യാമറ ഒക്കെ പകർത്തുന്നുണ്ട്, ഇങ്ങനെ പല സംഗതികളും ചെയ്യുന്നുണ്ട്. അപ്പം ആനയുടെ വലുപ്പമുള്ള ഒരു നമ്മൾ കണ്ടെത്താത്തൊരു ജീവി ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പം നമുക്ക് ഇല്ല എന്ന് തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ല. ഇല്ല എന്ന് തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ ഈ ആനയുടെ വലുപ്പത്തിൽ ഭൂമിയിലെ മുഴുവൻ സ്ഥലവും നമ്മളടുത്ത് ഉണ്ട്, ഓൾറെഡി നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ വീഡിയോയോ അല്ലെങ്കിൽ കണ്ടിട്ടുമുണ്ട് എങ്കിൽ നമുക്ക് ഇല്ല എന്ന് തെളിയിക്കാൻ കഴിയും. അങ്ങനെ ഒരു ആനയുടെ വലുപ്പമുള്ള ജീവി ഭൂമിയിൽ ഇല്ല. കാരണം അങ്ങനെയുള്ളൊരു ജീവി നിൽക്കാൻ പറ്റുന്ന എല്ലാ സ്ഥലവും നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഉറുമ്പിനെ പോലെയല്ല. ഉറുമ്പിൽ ഏതെങ്കിലും മാളത്തിൻ്റെ ഉള്ളിലും പിന്നെ ഗുഹക്കകത്തും മണ്ണിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആന അങ്ങനെ സാധ്യതയില്ലല്ലോ. അപ്പൊ ആന ഇല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും. ഇനി നമ്മുടെ അടുത്ത് ഭൂമി മുഴുവനും കണ്ടു കഴിഞ്ഞിട്ടില്ല എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, എന്ത് പറയാം? അത് സാധ്യത കുറവാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ല എന്ന് തീർപ്പ് കൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഭൂമി മുഴുവൻ ഞാൻ കണ്ടിട്ടില്ല. ആനയുടെ സ്ഥലം നിൽക്കാൻ ബാക്കിയുള്ളത് ഇനിയും എൻ്റെ അറിവിൽ, എൻ്റെ മീൻസ് സയൻസിൻ്റെ അല്ലെങ്കിൽ മനുഷ്യ കുലത്തിൻ്റെ മുമ്പിൽ ബാക്കിയുണ്ട്.
അതുകൊണ്ട് അവിടെ സാധ്യതയുണ്ട്. വേണമെങ്കിൽ ആനയുടെ വലിപ്പമായതുകൊണ്ട് സാധ്യത കുറവാണ് എന്ന് പറയാനേ പറ്റുള്ളൂ. ഇല്ല എന്ന് തീർപ്പ് കൽപ്പിക്കാനോ വാദിക്കാനോ ഞാൻ മുതിരുന്നുവെങ്കിൽ അതിന് തെളിയിക്കാൻ ഞാൻ ബാധ്യസ്ഥൻ. അപ്പൊ ദൈവം എന്ന് പറയുന്നത് ഇങ്ങനെ സാധ്യത കുറഞ്ഞൊരു സാധനമാണോ? ബേസിക്കലി ഒരിക്കലും അല്ല. ആണെങ്കിൽ തന്നെ സാധ്യത കുറവാന്നേ പറയാൻ പറ്റുള്ളൂ. ഇല്ല എന്ന് പറയുന്ന എത്തിയസം ഒരിക്കലും ശരിയാണെന്ന് വരില്ല. ഞാൻ മറ്റൊരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഓൾറെഡി ഈ ഒരു വസ്തുത സാധ്യത കുറവുള്ള വസ്തുതയാണ്, സാധ്യത കൂടുതലുള്ള വസ്തുതയാണ് എന്നൊക്കെ പറയുകയല്ലാതെ ഇല്ല എന്ന് തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ ഇല്ല എന്നതിന് തെളിവ് വേണം, ഉണ്ട് എന്ന് തീർപ്പ് കൽപ്പിക്കാൻ ഉണ്ട് എന്നതിനും തെളിവ് വേണം. ദൈവം എന്ന് പറയുന്നത് ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യർ കാലങ്ങളായി വിശ്വസിച്ച് പോരുന്ന ഒരു കൺസെപ്റ്റാണ്. വ്യത്യസ്ത മതങ്ങളുണ്ട്. ആ വ്യത്യസ്ത മതത്തിലൊക്കെ ദൈവം അല്ലെങ്കിൽ ഒരു സ്രഷ്ടാവ് എന്നൊരു കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യർ, കോടിക്കണക്കിന് ആളുകൾ അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. ഒരുപാട് തെളിവുകൾ അത് അവതരിപ്പിക്കപ്പെട്ട വസ്തുതയാണ്. അപ്പോൾ ഈ തെളിവുകളും അതൊന്നും നമ്മൾ അനലൈസ് ചെയ്യാൻ പോയിട്ടില്ലെങ്കിൽ തന്നെ ബേസിക്കലി ഈ ദൈവം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് തന്നെ സാധ്യതയുള്ള ഒരു സംഗതിയാണ്. എന്നതുകൊണ്ട് ഒരു നിലക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിന് ഇല്ല എന്ന് തീർപ്പ് കൽപ്പിക്കുന്നത് ശരിയേ ആവുകയില്ല.